ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ബന്ധങ്ങൾ ഭംഗിയായി സൂക്ഷിക്കാൻ, വിശുദ്ധമായി സൂക്ഷിക്കാൻ വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിനും മനുഷ്യരും ദൈവവും തമ്മിലുള്ള ബന്ധത്തിനും വിശുദ്ധ ബൈബിൾ വളരെ പ്രാധാന്യം കൊടുക്കുന്നു. ഒരു ബന്ധത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് കാണുകയും കേൾക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുക എന്നുള്ളത്. യോഹന്നാൻ അപ്പസ്തോലന്റെ വാക്കുകളിൽ, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മയുണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. നമ്മുടെ ബന്ധങ്ങൾക്കകത്ത് നിൽക്കുന്നവരോട് നാം പലതും പങ്കുവയ്ക്കുന്നവരാണ്. നാം കേൾക്കുന്ന കാര്യങ്ങൾ, നാം കാണുന്ന കാര്യങ്ങൾ നാം പങ്കുവയ്ക്കുന്നതാണ് ആ കൂട്ടായ്മയുടെ, ആ ബന്ധത്തിന്റെ അടിസ്ഥാനം. ദൈവപൈതൽ തമ്മിലുള്ള കൂട്ടായ്മയുടെ അടിസ്ഥാനം ഈ ലോകത്തിൽ കണ്ടതാവരുത്, ലോകത്തിൽ കേട്ടതാവരുത്, മറിച്ച് ദൈവത്തിൽ നിന്ന് കേട്ടതും ദൈവത്തിൽ നിന്ന് കണ്ടതും ആയിരിക്കട്ടെ. ദൈവത്തോടുള്ള ബന്ധവും ദൈവമാക്കി വെച്ചിരിക്കുന്ന, ദൈവം തന്നിരിക്കുന്ന ദൈവിക മാനുഷ്യ ബന്ധങ്ങളും തമ്മിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കണക്ഷൻ തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തോടുള്ള ബന്ധം ശരിയായാൽ മനുഷ്യരോടുള്ള ബന്ധവും ശരിയാവും. ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുന്നിടത്ത്, ദൈവബന്ധത്തിലെ വിശ്വസ്തത നഷ്ടപ്പെടുന്നിടത്ത് മാനുഷ്യബന്ധത്തിലെ വിശ്വസ്തതകളും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ബന്ധങ്ങളിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ബന്ധം ദൈവത്തോടുള്ള ബന്ധമാണ്. ദൈവത്തോടുള്ള ബന്ധത്തെ വെളിച്ചത്തിൽ ജീവിക്കുക എന്ന് തിരുവചനം നമ്മെ പരിചയപ്പെടുത്തുന്നു. പലപ്പോഴും മനുഷ്യരോട് ബന്ധം ഇരുട്ടിലും ദൈവത്തോട് ബന്ധം വെളിച്ചത്തിലും വെക്കാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. ദൈവത്തോടുള്ള ബന്ധം വെളിച്ചത്തിലാണെങ്കിൽ മനുഷ്യരോടുള്ള ബന്ധവും അതേ വെളിച്ചത്തിൽ, അതേ സുതാര്യതയിൽ, അതേ വിശുദ്ധിയിൽ കാത്തുസൂക്ഷിക്കാൻ നാം ബാധ്യസ്ഥരാണ്. ചില ബന്ധങ്ങൾ, ദൈവമേ ഇത് മാത്രം ഒരല്പം ഇരുട്ടിലാണേ, ഇതിങ്ങനെ തന്നെ പോവാനാണേ എനിക്കിഷ്ടം, ഞാൻ ബാക്കി എല്ലാ ബന്ധങ്ങളും വെളിച്ചത്തിൽ സൂക്ഷിക്കാം, ദൈവത്തോടുള്ള ബന്ധം വെളിച്ചത്തിൽ സൂക്ഷിക്കാം, പക്ഷെ ഈ ഒരു ബന്ധം എനിക്ക് ഇരുട്ടിലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ എന്നുള്ള ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നുകിൽ അത് നമ്മുടെ ദൈവബന്ധത്തെ ഇല്ലാതാക്കും, അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധം ഇരുട്ടിലുള്ള ബന്ധങ്ങളെ ഇല്ലാതാക്കി കളയും. മറ്റുള്ളവരിൽ നിന്ന് നമ്മെ അകറ്റുന്ന നിസ്സാര കാര്യങ്ങൾ പോലും നാമും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവർ എന്നുദ്ദേശിച്ചത് ദൈവം അംഗീകരിക്കുന്ന പൊസിഷൻസ്, ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ദൈവസഭ, ദൈവം തന്നിരിക്കുന്ന മറ്റു ബന്ധങ്ങൾ. ഈ ബന്ധങ്ങളിൽ ഒരു വിള്ളലുകൾ വന്നാൽ ദൈവത്തോട് അടുക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവബന്ധത്തിലും അതേ വിള്ളലുകൾ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. നമ്മുടെ സഹോദരനുമായിട്ട് നമ്മെ അകറ്റുന്ന ഒരു ചെറിയ ബന്ധം പോലും, ചെറിയ വിഷയം പോലും നമ്മെ ദൈവവുമായിട്ട് അകറ്റാൻ ശക്തിയുള്ളതാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? ദൈവബന്ധത്തെ ബാധിക്കുന്നത് ഒരു ബന്ധങ്ങളും നാം സൂക്ഷിക്കാതിരിക്കട്ടെ. ദൈവം വെച്ചിരിക്കുന്ന ബന്ധങ്ങളിലെ ചെറിയ വിള്ളലുകൾ ദൈവബന്ധത്തെ ബാധിക്കാത്ത തരത്തിൽ അതിനെ നേരിടാനും പരിഹരിക്കാനും ദൈവം നമുക്ക് കൃപ തരട്ടെ. വിശുദ്ധിയിൽ, ദൈവബന്ധത്തിൽ, ദൈവിക കൂട്ടായ്മയിൽ നമുക്ക് വളരാം. ഗോഡ് ബ്ലെസ് യു. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.